Welcome to Onnonna Ruchi, co-powered by Suntips and 916 Coco brand coconut oil, diary partner Payshi and our education partner Moonar Catering College. ഇന്നത്തെ ഒരു അതിഥിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം പ്രിയങ്കരിയായ ദേവികയാണ്. കുടുംബശ്രീ ശാരദയിലൂടെ പ്രശസ്തമായ. സ്വാഗതം ചെയ്യാം ദേവിക. സീരിയലൊക്കെ കണ്ട് ഭയങ്കര പോപ്പുലറായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറി, അതെ. എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്കിപ്പം രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് എന്തുണ്ടാക്കാന്ന് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. മുട്ടക്കറി അമ്മ ഉണ്ടാക്കണം. അതെ. അപ്പൊ ദേവിക നമുക്കൊരു അടിപൊളി മുട്ടക്കറിയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് നോക്കാം. നേരെ ഇൻഗ്രീഡിയൻസിലേക്ക്. ദേവിക മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ആ മുട്ടക്കറിയുടെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നു. അപ്പൊ മുട്ടക്കറി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇതൊരു പുതിയ ടിപ്സ് ആയിരിക്കും. ട്രിവാൻഡ്രം സ്റ്റൈലാണ് അല്ലേ? റെസിപ്പിയാണ് ഇത്. എന്റെ അമ്മേന്റെ ആണ്. എനിക്ക് അമ്മയുടെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ടക്കറിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മിക്ക ദിവസം എനിക്ക് അപ്പം മുട്ടക്കറിയാണ്. കുഞ്ഞിലേ തൊട്ട് അങ്ങനെയാണ്. ഏറ്റവും ഫേവറേറ്റ് ആണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഉള്ളി വാട്ടുന്ന പോലെ ഇരിക്കുമല്ലോ അതിന്റെ ഒരു. അപ്പൊ നമുക്ക് ഫസ്റ്റ് വെളിച്ചെണ്ണ വേണോ നോർമൽ ഓയിൽ വേണോ? വെളിച്ചെണ്ണ ഇതാണ്. ഓക്കെ. പാചകമൊക്കെ ഇഷ്ടമാണോ അതോ വല്ലപ്പോഴും ഒക്കെ? ഞാൻ ചെയ്യാറേ ഇല്ല. അതെനിക്ക് തോന്നുന്നു എണ്ണ ഒഴിക്കുന്ന കാണുമ്പോ തന്നെ. ഒഴിച്ചു ഇത്തിരി ഒഴിച്ചു, കുഴപ്പമില്ല. ആ ഉള്ളി വാടണ്ടല്ലേ? പക്ഷെ ഉള്ളി എനിക്ക് അറിയാം. അത് മാത്രം നന്നായിട്ട് പഠിച്ചു. പപ്പടം കാച്ചറിയാം, ചായ ഇടാൻ അറിയാം. അതെ. ബിരിയാണി ഒന്നും ഉണ്ടാക്കാറായിട്ടില്ല. ഒന്നുമില്ല. പഠിക്കണം. ട്രിവാൻഡ്രംകാരിയാണ്. ഭക്ഷണം. അമ്മയുടെ നാട് കൊല്ലമാണ്. കൊല്ലത്തെവിടെ? ഞാൻ ചവറയാണ്. ചവറയിലെവിടെ? ചവറ അറിയോ? ഞാൻ ചവറക്കാരനാണ്. എന്തൊരു ചോദ്യമാണ് ഈ ചോദിച്ചത്. അപ്പൊ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞ ഭയങ്കര നാളാണ്. ചവറയിലൊക്കെ ശങ്കരമംഗലാണ് ചവറയില്. അയ്യോ, നമുക്കറിയാവുന്ന. ഞാൻ തെക്കുംഭാഗമാണ്. അപ്പൊ നമ്മൾ അയലത്തുകാരായി. അപ്പൊ ഈ മുട്ടക്കറിയൊക്കെ ഫേമസ് ആയിരിക്കും. ചവറക്കാര് മിക്ക ദിവസവും അപ്പം മുട്ടക്കറിയൊക്കെ അല്ലേ? അവിടെയാണോ ജനിച്ചു വളർന്നത്? ഞാൻ അവിടെയാണ് +2 വരെ പഠിച്ചതാണ്. കൊച്ചമംഗലയിൽ എന്റെ അമ്മ പഠിച്ചതാണ്. ഞാൻ ശങ്കരമംഗലം സ്കൂളിലാണ് പഠിച്ചത്. ഓ, ഞാനും എന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. എങ്ങനെയാണ് പ്രോസസ്? ആദ്യം നമുക്ക് ഉള്ളി ഇടാം. എന്നിട്ട് അതൊന്ന് ലൈക്ക് ബ്രൗൺ ആയതിനു ശേഷം എണ്ണ ചൂടായി കേട്ടോ. അമ്മയുടെ അടുത്ത് എത്ര തവണ ചോദിച്ചു മുട്ടക്കറി ഉണ്ടാക്കാൻ? ഞാൻ ഇത് വരുന്ന വഴി ഫുള്ളും ഇന്ന് ഒരാഴ്ചയായിട്ട് ഞാൻ മുട്ടക്കറി എങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? എന്തായാലും മീനിന്റെ വിഭവങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. കൊല്ലം സ്റ്റൈൽ. നമ്മൾ കൊല്ലക്കാരാകുമ്പോ എന്തായാലും ഉണ്ടാവല്ലോ. നമ്മളുടെ അയിലക്കറി ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരച്ചതോ മാങ്ങ? അതൊരു സാധാരണ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത്. അതെ, മിക്ക പേരുടെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ പ്രോൺസ്. ചെമ്മീന്റെ തീയലാണോ അതോ മറ്റേ വറുത്തരച്ച തീയൽ? ചവറയിൽ ആരെങ്കിലും ഒക്കെ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് മസ്റ്റ് ആണ്. പിന്നെ എന്റെ അച്ഛൻ ചേട്ടന്റെ നിർവാണ ഫിഷിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ എപ്പോഴും പറയും അവിടെ പോയി കഴിക്കണം ഭയങ്കര ഒരു ഫാനാണ്. വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ചേട്ടന്റെ ഡിഷ് അത്ര വലിയ ഉണ്ടാക്കിയത്. അപ്പൊ ജനിച്ചതും പഠിച്ചതും ഒക്കെ ചവറയിലാണ്? ഞാൻ +2 വരെ പഠിച്ചത് അവിടെയാണ്. പിന്നെ ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ബാംഗ്ലൂരാണ്. ദേവിക ഈ മേഖലയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? ഭയങ്കര അഭിനേത്രി ആവണമെന്ന് ആഗ്രഹിച്ചു വന്നയാണോ അതോ? ഞാൻ ഡാൻസറാണ്. പിന്നെ എനിക്ക് അഭിനയം ഇഷ്ടമായിരുന്നു. കുഞ്ഞിലൊക്കെ ആൽബംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. +2 ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിഞ്ഞ ഒരു 6 months കഴിഞ്ഞൊരു ബ്രേക്ക് ഉണ്ടല്ലോ, ആ ടൈമിലാണ് എനിക്ക് ശാരദയുടെ ഓഡിഷൻ വന്നത്. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു, അങ്ങനെ വന്നു. സോ അതെനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എന്താണ് ശരിക്കും ദേവികയുടെ ഒരു ആഗ്രഹം? കുറെ നാൾ കഴിയുമ്പോൾ കുറെ സിനിമകൾ അഭിനയിക്കണം, അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട എന്താണ് ശരിക്കുള്ള ഒരു നമുക്കിപ്പം ഈ ഒരു അഭിനയ രംഗത്തേക്ക് വന്നു, നല്ല സീരിയലിൽ നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്ത ആളുകൾക്ക് ഇഷ്ടമായ കഥാപാത്രങ്ങളൊക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ലെവൽ ഓഫ് നമ്മുടെ ഒരു പുഷ് ഉണ്ട്. അപ്പൊ ഒരു 5 years കഴിയുമ്പോൾ 2030 ദേവികയ്ക്ക്
എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ അതുകൂടെ പറഞ്ഞു. നമ്മള് പ്രേക്ഷകർ ഇത് ചില സംവിധാനമൊക്കെ കണ്ടാലോ. എനിക്ക് ഇനിയും കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. നമുക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. ഞാൻ ആക്ച്വലി ഇങ്ങനെ നിക്കണമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഞാനിപ്പം ഇങ്ങനെ ഒരു സീരിയൽ അഭിനയിക്കും. ഞാൻ പണ്ട് നമ്മൾ സീരിയലൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എന്ത് നന്നായിട്ടാ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റ് ചെയ്താൽ അത് സംഭവിക്കുക എന്നുള്ളതിനൊരു ഇതാണല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഇത് ഞാൻ വിചാരിച്ചതല്ലോ, വിചാരിക്കേണ്ട വന്നു. ഇനി നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. വരുന്നിടത്ത് വെച്ച് കാണുക. അഭിനയിക്കുന്ന ഇപ്പം ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പൊ അതിൽ ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള മലയാളത്തിലെ ഏതൊരു എനിക്ക് ആക്ട്രസ് പാർവതി തിരുവോത്താണ് ഇഷ്ടം. എനിക്ക് ഞാൻ ഫ്രീ ടൈമിലൊക്കെ ഈ ഇമോഷണൽ സീൻസ് ഒക്കെ, എനിക്ക് ഫസ്റ്റ് ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുമ്പോഴായിരുന്നു കുറച്ച് പാട്. അപ്പൊ ഞാൻ പുള്ളിക്കാരിന്റെ സീൻസ് കാണും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിന്റെ. പഴയ ആക്ടേഴ്സ് എനിക്ക് അതായത് നമ്മുടെ കാര്യം ഗ്രൂപ്പ് വെച്ചിട്ടോട്ടായിരിക്കും അറിയുന്നത്. അതെ, എനിക്ക് അല്ല അതിനും ബാക്കോട്ടൊന്നും അത്ര പോയിട്ടുണ്ടാവില്ല. അത് അവരുടെയൊക്കെ സിനിമയൊക്കെ ഇടയ്ക്കിരുന്ന് കാണണം. പഴയ ശാരദ മുതൽ എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നത്. അതെ, എനിക്കപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കോമഡി ആണെങ്കിലും. ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി ആയിട്ട് ചെയ്യണോ, അതോ വില്ലത്തി ആണോ, അല്ലെ ഭയങ്കര റൊമാൻറ്റിക് ഇഷ്ടം, അങ്ങനെ അതോ എല്ലാം ഒക്കെയാണ്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഭയങ്കര പാവം കുട്ടിയാണ്. എനിക്ക് വില്ലത്തി ആവണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. വില്ലത്തി ആവുമ്പോഴല്ലേ കുറെ റിയാക്ഷൻസ് ഒക്കെ കാണിക്കാൻ പറ്റുന്നത്. പാവത്തി ആവുമ്പോൾ എപ്പോഴും ഒരേ ഒരു. ഇപ്പം പിന്നെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് അമ്മായിമ്മയുടെ പീഡനമൊക്കെ കാരണം ഞാൻ കുറച്ച് ബോൾഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ദേഷ്യത്തിലുള്ള റിയാക്ഷൻ വരാൻ തുടങ്ങി. അതെ, ഇത് നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ ഉള്ളിക്കറിക്ക് ഒരു ടേസ്റ്റ് എനിക്കറിയാലോ. ഞാൻ അമ്മയുടെ കൂടെ പോയി നിൽക്കുമ്പോ അമ്മ പിന്നെ അമ്മ എപ്പ പറയും ഇത് നന്നായിട്ട് ചെയ്താലേ നല്ല ഉള്ളിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. കൈയും ഇതിങ്ങനെ കൊറേ നേരം, ഇത് സിമ്പിൾ അല്ലല്ലോ, നമ്മൾ കഴിക്കണ പോലെ സിമ്പിൾ അല്ലല്ലോ, അത്ര ഇതാണല്ലോ. ഇനിയും കുറച്ചും കൂടെ. ദേവികയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണ്? എപ്പോഴും ഏറ്റവും ഒരു ബെസ്റ്റ് സമയത്ത് എനിക്ക് കഴിക്കാൻ ആഗ്രഹം? എനിക്ക് കപ്പയും മീനും ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ ആയാലും ഇഷ്ടമാണ്. എനിക്ക് കപ്പയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രോൺസ് കറി ഇഷ്ടമാണ്. ഓക്കെ, അത് നമ്മുടെ നാടൻ കൊല്ലം സ്റ്റൈൽ ചോറും കറികൾ. ചോറിന്റെ കൂടെ പ്രോൺ കറി, ചെമ്മീൻ കറി ഒക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കുക്ക് പഠിച്ചോ? ഇല്ല, അത് മാത്രം എന്നോട് ചോദിക്കുന്നത്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ അടുക്കള. അതെ, പക്ഷെ ഇതിന് നമുക്കൊരു കുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഭയങ്കര കഴിവ് അല്ലേ? അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യേണ്ടി വരും. ചെയ്യണം. എപ്പോഴും നമുക്ക് ഇപ്പൊ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു ടേസ്റ്റ് അതാണ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കിയായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായി. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളത് ഇൻട്രസ്റ്റോടെ അവരൊക്കെ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇതൊക്കെ തന്നെ ഒരു 10 തവണ ഒരേ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്റെ എക്സ്പെർട്ട് ആയിട്ട് മാറും. അത് വല്ലയോ ഇതുണ്ടാവില്ല, പിന്നെ അതൊരു പറയാല്ല ഞാൻ ഉണ്ടാക്കിയ ശരിയായില്ല, അമ്മ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം വരെ പോവാന്നുള്ളതാണ്. അമ്മ ഉണ്ടായിട്ട് നമുക്ക് പറയാം, അമ്മ ഉണ്ടായിക്കോളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഉള്ളി നന്നായിട്ട് വാടും അല്ലേ? ഇതൊക്കെ അമ്മ പറഞ്ഞ ടിപ്സ് ആയിരിക്കും അല്ലേ? ഈ കുടുംബശ്രീ ശാരദയുടെ സെറ്റില് ഇപ്പൊ അത് കുറെ ദിവസം ഒരുമിച്ച് ഒരു ഷൂട്ടൊക്കെ ചിലപ്പോൾ 10-15 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ഫാമിലി പോലാണ് നിങ്ങളൊക്കെ, നമുക്കറിയാം. അതിനകത്ത് തന്നെ ഓൾറെഡി ഉള്ള ജീവൻ വന്നിട്ടുണ്ട്, പ്രവീൺ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് നമുക്കറിയാം, അവരെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് അവരൊക്കെ പറഞ്ഞ് ഞങ്ങള് ഷെഡിലെത്തിക്കഴിഞ്ഞാൽ വേറൊരു വൈബാണ് ഭയങ്കര. അപ്പൊ അതില് രസകരമായ സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ഷൂട്ട് സമയം കിട്ടുമ്പോ ഒക്കെ എന്തായിരിക്കും ചെയ്യുക അവരൊക്കെ ആയിട്ട്? ഇപ്പം ജീവനാണെങ്കിൽ ഞാനും ജീവനാണല്ലോ, എന്റെ പേരാണല്ലോ ജീവൻ. ഞങ്ങള് എപ്പോഴും റീൽസ് എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചുമ്മാ കളിയാക്കും. പ്രബിൻ ചേട്ടനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും. എവിടെങ്കിലും കണ്ടാ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരിക്കും, പിന്നെ കളിയാക്കും. അങ്ങനൊക്കെ തന്നെ. പിന്നെ എല്ലാ ക്രൂ മെമ്പേഴ്സും. സെറ്റിലെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? സെറ്റിലെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. സെറ്റിലെ കുറച്ച് ദിവസമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഏറ്റവും ആദ്യം കഴിക്കണം തോന്നുന്നത്? ഇപ്പൊ ഞാൻ കോളേജിലായിരുന്ന ടൈമിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ് ഞാൻ എപ്പോഴും ഓടി വരാറുള്ളത്. അഭിനയമല്ലാതെ എന്തൊക്കെയാണ് ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേറെ? ഇപ്പൊ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു, ഇപ്പൊ ഇത് ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിനല്ലാതെ അതിന് പറ്റിയ വല്ല ഹോബി ക്രിയേറ്റ് ചെയ്തോ അതല്ലാതെ നാച്ചുറലി വേറെ എന്തെങ്കിലും വിനോദം എന്താണ്?
പൊതുവെ ഒന്നുമില്ല, വെറുതെ സമയം കിട്ടി എന്താ ചെയ്യുന്നത്? ഇപ്പം സമയം കിട്ടിയ ഞാൻ ബുക്സ് വായിക്കാറുണ്ട്, പിന്നെ പാട്ട് കേൾക്കും, അതൊക്കെ തന്നെ. ട്രാവലിംഗ് ഇതൊക്കെ ഇഷ്ടമാണ്? ട്രാവലിംഗ് ഇഷ്ടമാണ്, പക്ഷെ എനിക്കൊരു മൂഡ് വേണം എന്നെങ്കിൽ മാത്രമേ, അല്ലെ പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും. എവിടെ പോകാനാണ് താല്പര്യം? ഏതൊക്കെ സ്ഥലം കാണാനാണ്? കുറച്ച് ഒരുപാട് പൈസയൊക്കെ സമ്പാദിച്ച് ഒരു ഫ്രീ ടൈമിൽ നമുക്കൊരു ട്രാവലൊക്കെ ചെയ്യണമെന്ന് തോന്നിയ ഏത് ഡെസ്റ്റിനേഷൻ ആയിരിക്കും? എനിക്ക് ഇന്ത്യ കവർ ചെയ്യണമെന്നാണ് ഇഷ്ടം. നമ്മൾ ഇന്ത്യ കവർ ചെയ്തിട്ട് അബ്രോഡ് പോകാൻ. എനിക്ക് അബ്രോഡ് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഇന്ത്യയിൽ തന്നെ ഒരുപാട്, വാരണാസി എന്റെ ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഒരു പ്ലേസ് ആണ്. സോ എനിക്ക് അവിടെ പോകണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതെ, തീർത്ഥാടനം അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണോ? അല്ലല്ല, അതില് വാരണാസിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു മസാലയാണോ അതോ? അടുത്ത നമുക്ക് മുളക് പൊടി, മസാല ഇടാം. ഇനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കുറച്ച്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒരു സിമ്പിൾ കറിയാണ്. തേങ്ങാപ്പാലുണ്ട്, ഉള്ളി ഒന്ന് വഴറ്റി മസാലയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടു, തേങ്ങാപ്പാൽ ഒഴിച്ചു അല്ലേ? ഇനി എന്താണ് ഇതിനകത്തുള്ളത്? ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല മഞ്ഞൾപ്പൊടി ഇട്ടു. ഓക്കെ, അതെ. എൻ്റെ കറിയുടെ ചാറൊക്കെ കുറുകി തേങ്ങാപ്പാലൊക്കെ ആയി. ഇനി മുട്ടയിട്ടു ഫിനിഷ് ചെയ്ത് മല്ലിയില അരിഞ്ഞ് വെച്ചിരുന്നു. ഓക്കെ, ഇട്ടോളൂ. ഇപ്പൊ സ്ഥിരമായിട്ട് താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്. ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ആയിരുന്നു. അതെ, സീരിയൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഷിഫ്റ്റ് ആയിരുന്നു. ഓക്കെ, കൊല്ലത്തേക്കൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്? ഞാൻ മിക്കവാറും പോകാറുണ്ട്. അവിടെ ഉത്സവമൊക്കെ വരാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊട്ടങ്ങളങ്ങര അമ്പലം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. അവിടെ ആണുങ്ങള് പെണ്ണുങ്ങളായിട്ട് പെൺവേഷം കെട്ടി 2 ദിവസം വിളക്കെടുക്കുന്ന ഒരു, ചിലപ്പോൾ നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ളവരാണ് നമ്മൾ രണ്ടുപേരും. അപ്പൊ എപ്പോഴെങ്കിലും ആ ഉത്സവമൊക്കെ ഒന്ന് കാണാൻ വരണം. ഉത്സവമാണ് അന്ന് ആ നാട്ടില് മൊത്തം, എന്താ പറയാ, ആണല്ലോ. അപ്പൊ ഇനി മല്ലിയില ഫൈനലായിട്ട് എന്താണ്? ഇനി മല്ലിയില. ഓക്കെ, മുട്ടക്കറി വിചാരിച്ച പോലെക്കാട്ടി സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി കെച്ചപ്പ് മാറ്റി വെച്ച് ഇടണോ വേണ്ടേ? ഒരു നല്ല ടേസ്റ്റ് ആവും. ആദ്യം ഇപ്പൊ എണ്ണ ഒഴിച്ചു, ഉള്ളി നന്നായിട്ട് വഴറ്റി, അതിനുശേഷം മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കിയിട്ട് പുഴുങ്ങിയ മുട്ട, അതിനോടൊപ്പം ലേശം ടൊമാറ്റോ സോസ് ഒഴിച്ച് അതിൻ്റെ ബാലൻസ് ചെയ്ത്, അപ്പോൾ ആ എരിവും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കറി, മുട്ടക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പമാണോ പുട്ടാണോ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ? അപ്പമാണ്. എനിക്ക് അപ്പമാണ് ഇഷ്ടം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. മുട്ടക്കറി അപ്പം നല്ല കോമ്പിനേഷനാണ്, പിന്നെ പുട്ടും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ്. ദേവികയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പമായിട്ട് കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ ഒരു മപ്പാ സ്റ്റൈലിലാണ്. അപ്പോൾ ഒരുപാട് തക്കാളി ഇല്ല, പകരം ഒരു ടൊമാറ്റോ കെച്ചപ്പിന്റെ ഫ്ലേവറിലാണ് ഈ കറി ഉള്ളത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല മണമൊക്കെ ഉണ്ട്. ഒരുപാട് സ്പൈസി ഒന്നുമില്ല, മൈൽഡ് ആയിട്ടുള്ള ഒരു, എല്ലാവർക്കും ഈ അപ്പമായിട്ട് മുക്കി കഴിക്കാൻ. അപ്പത്തിനകത്ത് ഈ കറി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് സോക്ക് ചെയ്ത് ആ തേങ്ങാപ്പാലിൻ്റെ നമ്മൾ സ്റ്റൂ ഒക്കെ കഴിക്കില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലേവറിലുള്ള ഒരു സിമ്പിൾ കറിയാണ്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. താങ്ക് യു. പിന്നെ അടിപൊളി, അല്ലെങ്കിൽ നമുക്ക് പറയില്ല, സിമ്പിളായിട്ട് അങ്ങനെ ഒരു മുട്ടക്കറി നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത സ്റ്റൈലായിരിക്കും. കാരണം നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഇതൊരു തേങ്ങാപ്പാൽ ഒഴിച്ച കറിയായതുകൊണ്ട് പ്രത്യേകത ഒരു സ്വാദാണ്. പ്രത്യേകിച്ച് അപ്പമായിട്ട് അസാധ്യമായ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് നമ്മൾ വെറും കൈയോടെ വിടില്ല. ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ 916 കൊക്കോ ബ്രാൻഡിന്റെ ഒരു ഗിഫ്റ്റാണ്. അതവിടെ വയ്ക്കൂ. പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ്. സൺ ടിപ്സിന്റെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു. അപ്പോൾ ദേവികയുടെ ആഗ്രഹപ്രകാരം ട്രാവൽ ചെയ്യാൻ പറ്റിയ ഇന്ത്യ മൊത്തം, വാരണാസി മുതൽ, വാരണാസി മാത്രമല്ല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം സഞ്ചരിക്കാനുള്ള അവസരം വേഗത്തിൽ വരട്ടെ. അതേപോലെ ആഗ്രഹിച്ച ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ വെർസറ്റൈലായിട്ടുള്ള ഒത്തിരി വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു നടിയാണ്.
അപ്പോൾ അത് ആഗ്രഹിച്ച വേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വരും. താങ്ക് യു. എല്ലാ നമ്മുടെ നാട്ടുകാരിയായാലും നമുക്കൊരു അഭിമാനം. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. എനിക്കറിയാം, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ കൂടുതൽ സന്തോഷമായി. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ദേവിയുടെ 2 വാക്ക് പ്രേക്ഷകരോട് പറയും. എനിക്ക് ചേട്ടനിൽ നിന്ന് ഇത്രയും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാന്ന് വെച്ചാൽ വലിയൊരു സംഭവമാണ്. കാരണം ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ചേട്ടന്റെ മുമ്പിലായത് ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കുമ്പോൾ എല്ലാവരും എന്നെ ഓർക്കണം. ഇത് എന്റെ റെസിപ്പിയാന്ന് ഓർക്കണം. ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് റിസർച്ച് ഒക്കെ ചെയ്തുകൊണ്ടുവന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ മസാലയാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഷ് ഡ്രൈ ആക്കാം, ഗ്രേവി ആക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി. അതിന് തന്നെ ഒരു പാൻ ചൂടാക്കണം. ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്, ലേശം ഉലുവ, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ലേശം പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഏകദേശം വാടി വരുന്ന പരുവത്തിൽ നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു. ഒരല്പം കുരുമുളക് പൊടി. നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ, ഒരല്പം എണ്ണ ഈ ചെമ്മീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലേശം ചോപ്പ് ചെയ്ത തക്കാളി, ഒരല്പം തേങ്ങാപ്പീര, മസാല എല്ലാം കൂടെ ഈ ചെമ്മീൻ്റെ മുകളിൽ തന്നെ ഇട്ട് ഒന്ന് വയ്ക്കുകയാണ്. ഒരല്പം പുളിവെള്ളം, ചെമ്മീൻ ഇതിനകത്ത് സ്റ്റീമിനകത്ത് തന്നെ കുക്കായിട്ടുണ്ടാവും. ഈ ഒരു മസാലയുടെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തക്കാളി വിതറി, അതിനോടൊപ്പം കുറച്ച് ഫ്രഷ് തേങ്ങ, വേറെ അരപ്പൊന്നും ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ചുറ്റിച്ച് ഇനി എടുക്കുകയാണ് ചെയ്യുക. ചെമ്മീൻ ഓൾറെഡി ഗ്രില്ലായിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ വേഗത്തിലാണ് ഈ ചെമ്മീൻ കുക്കാവുക. കാരണം ഓൾറെഡി നമ്മൾ ആ മസാല ഉണ്ടാക്കി
ചെമ്മീൻ ഡയറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് തക്കാളിയും തേങ്ങയിട്ട് മൂടി ആവിയിലും കൂടെ കുക്കായിട്ടുണ്ട്. അതിനുശേഷം മസാലയോടൊപ്പം മിക്സ് ആകുമ്പോൾ ആ ചെമ്മീൻ്റെ ഫ്ലേവർ ഒട്ടും ഓവർ കുക്ക് ആവാതെ ഈ ഒരു മസാലയായിട്ട് നിൽക്കും. അതിനകത്ത് ചെറുതായിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട്, ലേശം പുളിയുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം സ്വാദാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് കറിയായിട്ട് അല്ലെങ്കിൽ മോരുകറി, തോരൻ അങ്ങനെ അല്ലെങ്കിൽ ഫിഷ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചെമ്മീൻ്റെ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോൾ ചെമ്മീൻ തേങ്ങാ മസാല റെഡി. താങ്ക് യു സോ മച്ച്.